നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2025 സെപ്റ്റംബർ മാസം 11-ാം തീയതി വ്യാഴാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സംസ്ഥാനത്തെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. ഭവന സമുന്നതി എന്ന പദ്ധതി മുന്നോക്ക സമുദായ കോർപ്പറേഷനാണ് നടപ്പിലാക്കി വരുന്നത്. ഒരു വീടിന് 2 ലക്ഷം രൂപയാണ് മെയിൻ്റനൻസിനായി ലഭിക്കുക. നിലവിൽ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട്. അനുബന്ധ രേഖകൾ സഹിതം സെപ്റ്റംബർ മാസം 30-നകം തന്നെ അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം. സ്ഥലമുടമയുടെ പേരിൽ വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ. ഒപ്പം വീട്ടുകരം, സ്ഥലത്തിന്റെ കരം, മറ്റു അനുബന്ധ രേഖകളും ഇതോടൊപ്പം ഗുണഭോക്താവിന്റെ വരുമാനം തെളിയിക്കുന്ന രേഖ, ജാതി തെളിയിക്കുന്ന രേഖ, റേഷൻ കാർഡ് തുടങ്ങിയവയും സമർപ്പിക്കണം. ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്കായിരിക്കും അപേക്ഷിക്കുവാൻ സാധിക്കുക. 4 ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നേരിട്ട് തപാൽ മാർഗം വേണം നിങ്ങൾ അപേക്ഷകൾ നൽകേണ്ടത്. അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ്, KSEBയിൽ നിന്നും വമ്പൻ തിരിച്ചടിയാണ് വന്നിരിക്കുന്നത്. പ്രതിമാസം 250 യൂണിറ്റിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന 7 ലക്ഷത്തോളം വരുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് KSEBയുടെ ഒരു വലിയ തിരിച്ചടി. വേനൽക്കാലത്തേക്കെന്ന് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഈടാക്കിയ 25% രാത്രികാല അധിക നിരക്ക് വർഷം മുഴുവൻ പിരിക്കുവാനാണ് തീരുമാനം. ഇതുമൂലം കഴിഞ്ഞ മാസങ്ങളിൽ താങ്ങാനാവാത്ത വൈദ്യുതി ബില്ലാണ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചത്. യൂണിറ്റിന് ശരാശരി 8.39 പൈസയാണ് രാത്രി പീക്ക് അവറിൽ ഈടാക്കുന്നത്. സാധാരണ നിരക്ക് യൂണിറ്റിന് 6 രൂപ 90 പൈസയാണ്. ഈ പരിധിയിൽപ്പെടുന്നവർക്ക് പകൽ സമയം 10% കുറഞ്ഞ തുക എന്ന ഓഫറുണ്ട്. എന്നാൽ രാത്രി സമയത്തെ പിടിച്ചുപറി കാരണം പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഗാർഹിക ഉപഭോഗം പകൽ കുറവാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്കും 20 കിലോ വാട്ടിൽ കുറവ് കണക്റ്റഡ് ലോഡുള്ള ചെറുകിട വ്യവസായികൾക്കുമാണ് പകൽ വേനൽക്കാലത്ത് പകലും രാത്രികാലങ്ങളിലും വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്ന ടൈം ഓഫ് ദി ഡേ സംവിധാനം കഴിഞ്ഞ ഏപ്രിൽ മുതൽ നടപ്പിലാക്കിയത്. വേനൽക്കാലത്ത് വൈദ്യുത ഉപഭോഗം കൂടുകയും സംസ്ഥാനം വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തതോടെയാണിത്. പുറമേ നിന്ന് അധിക നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഈ ഒരു സംവിധാനം. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതിയും നൽകിയിരുന്നു. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, നേപ്പാളിലെ കലാപത്തെ തുടർന്ന് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ. UP, ബീഹാർ അടക്കം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. നേപ്പാളിലെ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇന്ത്യയുമായി 1000-ലധികം മൈൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് നേപ്പാൾ. നേപ്പാളുമായി വളരെ അടുത്ത ബന്ധമാണ് ഇന്ത്യ പുലർത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിയന്ത്രണങ്ങൾ കുറഞ്ഞ തുറന്ന അതിർത്തിയാണെന്നതിനാൽ നേപ്പാളിലെ കലാപം ഇന്ത്യയെയും ബാധിച്ചേക്കും. ഉത്തരാഖണ്ഡ്, UP, ബീഹാർ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള തന്ത്രപ്രധാന പ്രദേശമായ നേപ്പാൾ എങ്ങോട്ട് നീങ്ങുമെന്ന് ഇന്ത്യ ഉറ്റുനോക്കുകയാണ്. രാജ്യസുരക്ഷ ഉറപ്പാക്കിയുള്ള ഇടപെടൽ ആവശ്യമായി വരികയാണെങ്കിൽ അതിന് തയ്യാറെടുക്കാനാണ് സുരക്ഷാ കാര്യസമിതി യോഗത്തിലുണ്ടായ ധാരണ. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, പെൻഷൻ മസ്റ്ററിങ്ങിനായുള്ള അവസാന തീയതി സെപ്റ്റംബർ 10-ന് അവസാനിച്ചിരിക്കുകയാണ്. ആഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 10 വരെയായിരുന്നു ഇതിനായുള്ള അവസരം നൽകിയിരുന്നത്. നിലവിൽ 1600 രൂപയാണ് പെൻഷൻ നൽകി വരുന്നതെങ്കിലും ഒരു വർധനവ് സർക്കാർ പരിഗണിച്ചു വരികയാണ്. തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങിയിരിക്കുകയാണ് സർക്കാർ. ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുൻപ് 100 രൂപ വർദ്ധിപ്പിച്ച് 1700 രൂപയെങ്കിലും ആക്കാനാകുമോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. ഒക്ടോബറിൽ തന്നെ തുക വർദ്ധിപ്പിച്ചേക്കും. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും ഈ ഒരു വർധനവ് ഉണ്ടാവുക. നിലവിൽ 1600 രൂപ തന്നെയാണ് നൽകി വരുന്നതെങ്കിലും 2500 രൂപ വരെ എത്തിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ചെയ്തതെങ്കിലും നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അത് സാധ്യമല്ല. 1600-ൽ നിന്ന് 2000 രൂപ വരെയെങ്കിലും എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.